ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തിക്കറി തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കിയാലോ. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം 1/2 സ്പൂൺ വെന്തയം ഇട്ടിട്ടുണ്ട്. വലിയ ജീരകം ഇടുന്നവർക്ക് ഇടാം കേട്ടോ, നല്ല മണമാണ് വലിയ ജീരകം ഇട്ടാൽ. ഇപ്പോൾ ഞാൻ അത് വലിയ ജീരകം ഇടുന്നില്ല. അതിനുശേഷം ഞാൻ 20 ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഇടുന്നുണ്ട്. ചെറിയുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 20 എണ്ണം എടുത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. 6 പച്ചമുളക് നടുക്ക് കീറിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അതുകൊണ്ട് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റാം കേട്ടോ, അപ്പോൾ നല്ല മണമാണ് ഇതിന്. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കാം. വാളംപുളിയാണ് കേട്ടോ, കുടംപുളിയല്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് തിളച്ച് നോക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെക്കാൻ നല്ലതുപോലെ തിളക്കട്ടെ. ഏകദേശം നല്ലതൊന്ന് തിളച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് സൈഡൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച മത്തി അതിനകത്തേക്ക് ഇടുക. അതിട്ടതിന് ശേഷം ഒരുപാട് തിളയ്ക്കരുത്. തിളച്ചിട്ടെങ്കിൽ ഇതൊന്നും ഉടഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കാനും പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. മൂടി വെച്ചിട്ട് അത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫാക്കി അടച്ച് വയ്ക്കും.